കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എത്ര ധനം കയ്യിൽ വന്നാലും ധനം നിലനിൽക്കുന്നില്ല. പൊതുവില് പറയുന്നത് ചിലവർ പറയും എത്ര ശമ്പളം കിട്ടിയാലും എത്രയേറെ ധനം കൈവന്നാലും ധനം ഒന്നും നിലനിൽക്കുന്നില്ല, ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല, കിട്ടുന്ന പണമൊക്കെ ഒരേ വഴിയിൽ കൂടെ ഒഴുകി പോവുകയാണ്. ഒരു ധനവും നമ്മുടെ കയ്യിൽ നിലനിൽക്കാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സമ്പാദ്യങ്ങളെക്കാളേറെ നമുക്ക് ഒരു മാസത്തിൻ്റെ ആദ്യ അവസാനം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരാം. ചിലരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ധനം കയ്യിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത്. അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ലക്ഷ്മി കടാക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇല്ലാണ്ടാവും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പണത്തിന് ദാരിദ്ര്യം വന്നാൽ ഭക്ഷണത്തിന് ദാരിദ്ര്യമായി, വസ്ത്രത്തിന് ദാരിദ്ര്യമായി, സ്നേഹത്തിന് ദാരിദ്ര്യമായി, ബന്ധുക്കൾക്ക് ദാരിദ്ര്യമായി, എല്ലാത്തിനും ദാരിദ്ര്യം. പണം ധാരാളം ഉണ്ട് എന്ന് വന്നു കഴിയുമ്പോൾ നമ്മളെന്താണ് എല്ലായിടത്തും തുള്ളിച്ചാടി വളരെ വ്യക്തമായിട്ട് ഓടിച്ചാടി നടന്ന് സന്തോഷപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും. ഇവിടെ സന്തോഷം എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സംഗതി, അതിനെയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ വരുന്ന ദാരിദ്ര്യം പോലെ തന്നെയാണ് പണം ഇല്ലാണ്ട് വന്നാൽ ഭക്ഷണം വാങ്ങിക്കാൻ സാധനമില്ല, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാതെ വന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും, അത് വസ്ത്രം വാങ്ങാൻ പറ്റാതെ വരും, അപ്പോൾ കീറിയതും പഴയതുമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷം ഉള്ളവന് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം അറിയേണ്ടി വരില്ല. ചിലവർ പറയും ഇന്നേ വരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ദാരിദ്ര്യ ദുഃഖം ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിലാണ് ഉണ്ടായേക്കണേ, വീടിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, മറ്റേ ആഡംബരത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറയും. പക്ഷെ അവിടെയൊക്കെ ലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും ഉണ്ടാവില്ല. ആഡംബരം കാണിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ദാരിദ്ര്യമൊന്നുമല്ല, എങ്കിൽ തന്നെയും നീണ്ട ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മൂർത്തിയിലാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവിയെയാണ് പൗർണമി ദിവസമൊക്കെ നമ്മൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും വീട്ടിൽ തന്നെ ലക്ഷ്മി പൂജകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യ സമൃദ്ധി കടന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മി ഭജനം 2 നേരവും എല്ലാ ദിവസവും 2 നേരം രാവിലെയും പ്രാതസന്ധ്യയിലും ത്രിസന്ധ്യയിലും 36 തവണ വീതം നമ്മൾ ഈ മന്ത്രം ചൊല്ലണം. ഇനി ഈ മന്ത്രം ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നേരെ പോയി കുളിച്ച് വന്നിരുന്ന് നാമം ചൊല്ലുക, അല്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലുക, എനിക്ക് പണം ഉണ്ടാവട്ടെ, ധാരാളം പണം വരട്ടെ എന്ന് വിചാരിച്ച് അത് ചൊല്ലുക. വൈകുന്നേരം അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ശേഖം ഒന്ന് കുളിച്ചു വേഗം പോയിട്ടിരുന്ന് മന്ത്രം ചൊല്ലി, ധനം വരണ്ടേ, ദാരിദ്ര്യം മാറണ്ടേ, ലക്ഷ്മി ദേവി മന്ത്രം ചൊല്ലി. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനു മുൻപ് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ശുദ്ധതയുണ്ടാവണം, വളരെ വൃത്തിയും വെടുപ്പും ഉണ്ടാവണം. കുളിച്ചാൽ മാത്രം പോരാ, മനസ്സും കഴുകി വൃത്തിയാക്കണം. മനസ്സ് കഴുകി വൃത്തിയാക്കാത്തവന് എന്ത് ചെയ്തിട്ടും ഈ ഭൂമിയിൽ ഒരു രക്ഷയും നേടാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടും പരിസരവും എന്നും വൃത്തിയായി ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. സമയത്തും ത്രിസന്ധ്യാസമയത്തും പണ്ടത്തെ പഴമക്കാർ ചെയ്തിട്ടുള്ള പോലെ സന്ധ്യാസമയത്ത് അടിച്ചു വാരി വൃത്തിയാക്കി വെള്ളം തളിച്ച് അല്ലെങ്കിൽ ചാണകവെള്ളം തളിച്ച് പരിസരവും വീടും ഒക്കെ വൃത്തിയാക്കി ശുചിയായി സൂക്ഷിക്കുക. വീടും പരിസരവും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രഹത്തിലെ 2 നേരവും പറ്റുമെങ്കിൽ നിലവിളക്ക് കൊളുത്താൻ, ഇനി രാവിലെ ജോലി തിരക്കുകൊണ്ട് കൊളുത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ സന്ധ്യാസമയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നിലവിളക്ക് 2 നേരവും നിലവിളക്ക് കൊളുത്തുക. കുടുംബദേവത, പരദേവത, ധർമ്മദേവതയൊക്കെ നമ്മൾ ഓർമ്മിക്കുക, അവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യാം. ഒരു പ്രാവശ്യം അവരെയൊക്കെ വർഷത്തിൽ ഓരോ പ്രാവശ്യമെങ്കിലും നമ്മൾ പോയിട്ട് പരദേവതകൾക്കോ ധർമ്മദേവതകൾക്കോ കുടുംബദേവതകൾക്കോ ഒരു പ്രാവശ്യം വർഷത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ട് അവിടെ പോയിട്ട് വഴിപാടുകൾ ചെയ്യുകയോ വിളക്ക് കത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ അവരെ പോയി ദർശിക്കുകയോ ഒക്കെ ചെയ്യുക. ഒരിക്കലും പരദേവതകളെ കാണാത്തവരുണ്ടെന്ന് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് വന്നാൽ അത് അറിയില്ലാഞ്ഞിട്ടാണ് എന്ന് വിചാരിക്കുക. അറിയുന്നവർ, അത് അറിയാവുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പോയിട്ട് പരദേവതകളെ ദർശിക്കാൻ നോക്കാം. ഇനി മന്ത്രം ഞാൻ പറഞ്ഞു തരാം. 2 നേരവും 36 തവണയാണ് നമ്മൾ ഈ ഭജനം ചെയ്യേണ്ടത്. ഇത് ദിവസവും നിരന്തരം ഞാൻ ഈ പറഞ്ഞ പോലെ ശാരീരിക മാനസിക പരിസര ശുചിത്വത്തോടുകൂടി നമ്മൾ പാരായണം ചെയ്യണം. മനസ്സ് ഏറ്റവും കൂടുതൽ ശുചിയായിരിക്കണം. മറ്റുള്ളവരോട് ദേഷ്യവും വൈരാഗ്യവും കോപവും മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് എന്ത് നാമം ചെയ്താലും ഏത് കാര്യം ചെയ്താലും നമുക്കൊരിക്കലും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ മന്ത്രം ഇതാണ്: ഓം ശ്രീം നമ എന്നാണ് ലക്ഷ്മി മന്ത്രം, ഭഗവതി മന്ത്രം അതാണ്, ഓം ശ്രീം നമ. ഇനി ഇങ്ങനെ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം 36 എല്ലാ ദിവസവും 2 നേരം ഓം ശ്രീം നമ എന്ന് ജപിക്കുമ്പോൾ ശ്രീം എന്ന് വേണം പറയാനായിട്ട്. ശ്രീ എന്നല്ല ശ്രീം എന്നാണ്. അപ്പം അങ്ങനെ ജപിക്കുന്ന സമയത്ത് നമുക്ക്
കഴിയുന്നതും എഴുതാൻ സാധിച്ചാൽ അത് 108 തവണയൊക്കെ നിങ്ങൾ പേന കൊണ്ട് കൈപിടിച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അപ്പോൾ ആൾക്കാർ വേറെ പണിയില്ല, ഇവിടെ സമയമൊന്നുമില്ല ചെയ്യാൻ എന്ന് പറയും. വെറുതെ ഓം ശ്രീം നമ എന്ന് നമ്മൾ 108 തവണ എല്ലാ ദിവസവും അതിരാവിലെ പ്രാതസമയത്ത് 108 തവണ എഴുതാൻ ശ്രമിക്കുന്നവന് വീട്ടിലെ ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും കുന്നുകൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സമയമില്ല, ആളുകൾക്ക് അതിൽ വിശ്വാസമില്ല. ഭക്തി സമർപ്പണത്തോടുകൂടി നമ്മൾ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ധാരാളം സമ്പത്ത് വന്നു ചേരുകയും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കാലം വരികയും നമ്മുടെ കയ്യിലുള്ള ധനം നമുക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുകയും ധനം ഒഴുകിപ്പോകാതെ ധനം നിലനിൽക്കുകയും ദാരിദ്ര്യം ഇല്ലാതിരിക്കുകയും ചെയ്യും.